സ്വന്തം നാടിനെയും ഭാഷയെയും ജനതയെയും സംസ്കാരത്തെയും മഹത്തരമായി കാണുന്നവരാണ് തമിഴ് ജനത. എം കരുണാനിധിയും MGRും കാമരാജും ജയലളിതയും ഇന്ത്യൻ രാഷ്ട്രീയത്തിലും തമിഴ്നാട്ടിലും ചെലുത്തിയ സ്വാധീനത്തെക്കുറിച്ച് നമുക്കറിയാം. തിരശ്ശീലകളിൽ വിസ്മയം തീർക്കുന്നവരെ ദൈവത്തെ പോലെ കാണുന്നവരാണ് തമിഴ് മക്കൾ. അതുകൊണ്ട് തന്നെ തിരശ്ശീലയിൽ തിളങ്ങി നിൽക്കുമ്പോഴും ഇവർ ഭാഗ്യം പരീക്ഷിക്കാൻ രാഷ്ട്രീയത്തിലും തയ്യാറാവുന്നത്. ശരത് കുമാറും കമൽഹാസനും വിജയുമെല്ലാം ഈ അടുത്ത കാലത്തെ ഉദാഹരണങ്ങളാണ്. എന്നാൽ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് അത്തരം താരപരിവേഷം ഇല്ലാത്ത മുൻ IPSകാരനായിരുന്ന കർണാടക സിംഗം, തമിഴ്നാടിന്റെ റിയൽ സിംഗം എന്നറിയപ്പെടുന്ന K. അണ്ണാമലയെ കുറിച്ചാണ്. നമസ്കാരം. തമിഴ്നാട്ടിലെ കരൂർ ജില്ലയിലെ ഒരു കാർഷിക കുടുംബത്തിൽ 1984 ജൂൺ 4 അണ്ണാമല ജനിച്ചത്. IPS ഉദ്യോഗസ്ഥനായിരുന്ന അദ്ദേഹം 2018 ഡെപ്യൂട്ടി കമ്മീഷണറായി ബാംഗ്ലൂർ സേവനമനുഷ്ഠിക്ക് ജോലിയിൽ നിന്നും രാജിവെക്കുന്നു. പിന്നീട് കാർഷിക വൃത്തിയുമായി മുന്നോട്ട് പോകുമ്പോഴാണ് RSSൽ ആകർഷണമാകുന്നത്. അങ്ങനെ ചിക്കമംഗളൂർ പ്രവർത്തിക്കുമ്പോൾ BJPയിലേക്കും എത്തുന്നു. നല്ല വിദ്യാഭ്യാസവും ആകർഷകമായ സംസാര ശൈലിയും കർത്തവ്യബോധമുള്ള അണ്ണാമലയെ നരേന്ദ്രമോദിയും അമിത്ഷായും പുതിയ ചുമതലകൾ ഏൽപ്പിക്കുന്നു. ഭാരതീയ ജനതാ പാർട്ടിയും RSSും മറ്റ് രാഷ്ട്രീയ പാർട്ടികളെ അപേക്ഷിച്ച് ഭാവി പ്രവർത്തനങ്ങളെയും നേതാക്കളെയും നേരത്തെ കണ്ടെത്തിയിരിക്കും. അതുകൊണ്ട് തന്നെ ദക്ഷിണ ഭാരതത്തെ നയിക്കാൻ അണ്ണാമലയെ കണ്ടെത്തി അത്ഭുതമില്ല. അങ്ങനെ അദ്ദേഹത്തെ 2021 തമിഴ്നാട് സംസ്ഥാന അധ്യക്ഷനായി നിയമിക്കുന്നു. ജാതി തന്നെയാണ് തമിഴ് രാഷ്ട്രീയത്തിന്റെ പ്രധാന കക്ഷികളായ DMKയും AIADMKയും BJPയും നോട്ടമിടുന്നതും ചില പ്രത്യേക സമുദായങ്ങളെ കേന്ദ്രീകരിച്ചാണ്. ദേശീയ വിഷയങ്ങളെ കാര്യമായി ചർച്ച ചെയ്യാതെ പ്രാദേശിക വിഷയങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാനാണ് തമിഴ് ജനത എന്നും ആഗ്രഹിച്ചത്. അതുകൊണ്ട് തന്നെ BJPയെ ഒരു നോർത്ത് ലോബി പാർട്ടി മാത്രമായി അവർ കാണുന്നു. തമിഴ് രാഷ്ട്രീയത്തിൽ പ്രാദേശിക പാർട്ടികൾക്ക് തന്നെയാണ് മുൻതൂക്കം. കോൺഗ്രസുമായി ചേർന്ന് ദേശീയ രാഷ്ട്രീയത്തിൽ അധികാരം പങ്കിട്ടിരുന്നുവെങ്കിലും BJP ഇതുവരെ കാര്യമായി പരിഗണിച്ചിരുന്നില്ല. 1919 DMKയുമായി ചേർന്ന് നേടിയ 4 സീറ്റാണ് BJPയുടെ തമിഴ്നാട്ടിലെ ഇതുവരെയുള്ള ലോകസഭയിലെ നേട്ടം. എന്നാൽ ഇത്തവണ ദക്ഷിണേന്ത്യ കീഴടക്കാൻ തുനിഞ്ഞിറങ്ങിയ നരേന്ദ്രമോദി അണ്ണാമലയെ മുന്നിൽ നിർത്തി 12 തവണയിലധികം റാലികളും സമ്മേളനങ്ങളുമായി തമിഴ് മക്കളുടെ മനസ്സിൽ ഇടം നേടി കഴിഞ്ഞു. DMKയെയും കോൺഗ്രസിനെയും നിശ്ചിതമായ വിമർശനങ്ങൾ കൊണ്ടും അണ്ണാമലയെ വാനോളം പുകഴ്ത്തിയും വാർത്തകളിൽ മോദി നിറഞ്ഞു നിന്നു. രാമേശ്വരവും കന്യാകുമാരിയും പൊങ്കലും തമിഴ്നാടും മോദിയുടെ വാക്കുകളിലൂടെ നോർത്ത് ഇന്ത്യയിലും അലയടിച്ചു. സഖ്യകക്ഷികളില്ലാതെ ഇവിടെ നിലം തൊടാനാവില്ലെന്ന് BJPക്ക് നന്നായി അറിയാം. AIADMKയുമായി നിരവധി തവണ BJP അലയൻസ് ചെയ്തെങ്കിലും ഫലപ്രദമായില്ല. മാത്രമല്ല AIADMK 2014 ഒറ്റയ്ക്ക് അവർ 37 സീറ്റിലും നേട്ടമുണ്ടാക്കിയതോടെ അലയൻസ് സാധ്യത ഇല്ലാതായി. എന്നാൽ ആ വിജയം 2019 ആവർത്തിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. മാത്രമല്ല DMK 38 സീറ്റുകൾ നേട്ടമുണ്ടാക്കി. 2014 NDAക്ക് ലഭിച്ച 19% വോട്ട് ആണ് BJPക്ക് ഇപ്പോഴും പ്രതീക്ഷ നൽകുന്നത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 4 സീറ്റ് BJP നേടി. 13 മണ്ഡലങ്ങളിൽ NDA നേട്ടമുണ്ടാക്കി. ഇതാണ് BJPയുടെ തമിഴ്നാട്ടിലെ ഇതുവരെയുള്ള അവസ്ഥ. ഈ തെരഞ്ഞെടുപ്പിൽ അണ്ണാമലയ്ക്കും BJPക്കും നേരിടേണ്ടത് കോൺഗ്രസ്, CPI, CPIM, IUML, MDMK തുടങ്ങിയ പാർട്ടികളുള്ള DMK സഖ്യത്തെയും SDPI, AIMIM, DMDK തുടങ്ങിയവരുടെ AIADMKയുടെ സഖ്യത്തെയുമാണ്. കോയമ്പത്തൂരിൽ മത്സരിക്കാൻ ഇറങ്ങിയ അണ്ണാമലയ്ക്ക് ഈ സഖ്യങ്ങൾ വലിയ ഭീഷണി തന്നെയാണ്. നിരവധി വ്യവസായങ്ങളുള്ള കോയമ്പത്തൂർ ഇടത് ട്രേഡ് യൂണിയനുകളുടെ തട്ടകമാണ്. AIADMKയുടെ സിംഗൈ G. രാമേന്ദ്രനും DMKയുടെ ഗണപതി P. രാജ്കുമാറും എതിരാളികളായി രംഗത്തുണ്ട്. മാത്രമല്ല സ്വതന്ത്ര പാർട്ടിയായ NDKയും സ്വതന്ത്ര സ്ഥാനാർത്ഥികളും നോട്ടയും എല്ലാം വെല്ലുവിളി തന്നെയാണ്. BJPക്ക് ആശ്വാസമാകുന്നത് 2014 2019 നേടിയ 4 ലക്ഷത്തിനടുത്തുള്ള വോട്ടുകൾ. സമുദായമായ വെള്ളാള ഗൗണ്ടർമാരും തേവർ, നാടാർ തുടങ്ങിയ ജാതികളുടെ സപ്പോർട്ടും വാണിയർ സമുദായത്തിന്റെ പിന്തുണയുള്ള PMKയുടെ വോട്ടും 20% വോട്ട് നേടാൻ തങ്ങളെ സഹായിക്കുമെന്ന് അണ്ണാമലൈ പറയുന്നു. മുൻ CPM MP P. നടരാജന്റെ മേൽ ആരോപിക്കുന്ന അഴിമതി ആരോപണങ്ങളും ട്രേഡ് യൂണിയനിലെ തർക്കങ്ങളും കോയമ്പത്തൂര് വിഷയമാകുന്നു. ദേശീയ രാഷ്ട്രീയത്തിൽ BJPയുടെ പ്രാധാന്യം തങ്ങൾക്ക് അനുകൂലമാകുമെന്ന് അണ്ണാമലയും BJPയും കരുതുന്നുണ്ട്. അണ്ണാമലയെ സംബന്ധിച്ച് ഭാരിച്ച ഉത്തരവാദിത്വം തന്നെയാണ് സംസ്ഥാന അധ്യക്ഷ പദവിയും കോയമ്പത്തൂരിലെ സ്ഥാനാർത്ഥിത്വം. മോദിയുടെ സ്നേഹവും വിശ്വാസവും
ഇതുവരെയുള്ള പ്രചരണങ്ങളിൽ അദ്ദേഹത്തിന് സാമീപ്യവും ജനപിന്തുണയും മാധ്യമ ശ്രദ്ധ നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ എതിരാളികളെ DMKയും AIADMKയും നിരവധി ആരോപണങ്ങളുമായി മുന്നോട്ട് വന്നിട്ടുണ്ട്. അതിനെല്ലാം മറികടക്കേണ്ടതുകൊണ്ട് തമിഴ്നാട് റിയൽ സിംഗത്തിന്. അദ്ദേഹത്തിന് അതിനെല്ലാം അതിജീവിക്കാൻ കഴിഞ്ഞാൽ കാത്തിരിക്കുന്നത് വലിയ പദവികൾ തന്നെയായിരിക്കും. അതുവഴി തമിഴ്നാടിന് വികസന പദ്ധതികളും നേട്ടങ്ങളും ഉണ്ടാവും എന്നും നമുക്ക് വിശ്വസിക്കാം. അണ്ണാമലയെ പോലെയുള്ള യുവ നേതാക്കളെ തെരഞ്ഞെടുക്കാൻ തമിഴ് ജനത തയ്യാറാകുമെന്നും ദേശീയ രാഷ്ട്രത്തിന്റെ ഭാഗമാകാൻ തമിഴ്നാടിനും അണ്ണാമലയ്ക്ക് കഴിയട്ടെ എന്നും ആശംസിച്ചുകൊണ്ട് ഇവിടെ നിർത്തുന്നു. നന്ദി.